നമുക്ക് മലയാളത്തിലെ വളരെ വരിഷ്ഠ കവിയായിരുന്ന ഏറ്റവും ധ്വനിപ്രധാനമായ കവിതകൾ എഴുതിയിട്ടുള്ള, നമുക്കിന്നും ചെന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇനിയും അനേകം തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഉതകുന്ന കവിതകൾ എഴുതിയ, ഏറ്റവും വളരെ കാലം മുമ്പ് എഴുതിയെങ്കിലും ഏറ്റവും ആധുനികനായി നിൽക്കുന്ന ഇടശ്ശേരി രാമനെക്കുറിച്ച് ചില കവിതകൾ എഴുതിയിട്ടുണ്ട്. അതും രാമനെക്കുറിച്ച് നേരിട്ടല്ല എഴുതുന്നത്. രണ്ട് കവിതകളും ഹനുമാനെക്കുറിച്ചാണ്. ഒന്ന് ലവണാസുരവധത്തിലെ ഹനുമാൻ എന്ന് പറയുന്ന കവിത, രണ്ടാമത്തേത് തുഞ്ചൻ പറമ്പിലെ ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത. രണ്ട് കവിതകൾ. ലവണാസുരവധത്തിലെ ഹനുമാൻ എന്ന കവിതയിലാണ് രാമനെക്കുറിച്ച് നേരിട്ട് പരാമർശമുള്ളത്. ലവണാസുരവധം എന്ന കഥകളി കണ്ട ശേഷമാണ് അദ്ദേഹത്തിന് ആ പ്രചോദനം ഉണ്ടാകുന്നത്. ലവണാസുരവധം കഥകളി കാണുമ്പോൾ അതിൽ ഹനുമാനും ലവകുശന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം കൊണ്ട് നമ്മൾ നന്നായിട്ട് കഥകളി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കണ്ണുകൾ ഈറനണിഞ്ഞല്ലാതെ അത് കാണാൻ സാധ്യമല്ല. ഹനുമാൻ്റെ വാത്സല്യം, ആ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, സീതയോടുള്ള ഭക്തി, സുഖമോ ദേവി സാമ്പ്രതം എന്ന പ്രസിദ്ധമായ പദമൊക്കെ അതിനകത്തുള്ളതാണ്. നമ്മൾ ചലച്ചിത്രഗാനത്തിൽ കേട്ടിട്ടുണ്ട് സുഖമോ ദേവി എന്ന്. അത് ONV സാർ എടുക്കുന്നത് ഈ ആട്ടക്കഥയിൽ നിന്നാണ്, സുഖമോ ദേവി എന്ന്. ഹനുമാൻ സീതാദേവിയോട് ചോദിക്കുന്നതാണ് സുഖമാണോ ദേവിക്ക് എന്ന് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ. അതിൽ ഈ കുട്ടികൾ രാമനെക്കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം പറയുന്നുണ്ട്. അതിലാദ്യം ഹനുമാൻ കാണുമ്പോൾ, ഈ വനം കാണുമ്പോൾ ഹനുമാൻ വിചാരിക്കുന്നത് ശ്യാമളം വനം രാമചന്ദ്രൻ്റെ കോമള തനു തന്നെയോ എന്നാണ്. ഈ വനം ഞാൻ കാണുമ്പോൾ ഈ വനമാകെ ശ്രീരാമചന്ദ്രൻ്റെ കോമളമായ ശരീരം തന്നെയോ എന്നാണ് ചിന്തിക്കുന്നത്. തൊട്ടു പിന്നാലെ കുട്ടികൾ രാമനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പറയുന്ന ഭാഗത്താണ് ശരിക്കും ഈ വാൽമീകി രാമായണത്തിൻ്റെ സ്വാധീനം അത് ഇടശ്ശേരിയിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ പറയും, രാമനെ സദാ രാമനെ പുണ്യസോമനെ കേട്ടിട്ടുണ്ടവർ, ഭർഗചാപ പ്രഭേദി എന്നല്ല, ഭാർഗവ ജേതാവെന്നല്ല, ഭർഗചാപ പ്രഭേദി. ഭർഗചാപം എന്ന് പറഞ്ഞാൽ ശൈവചാപം. ആ ശൈവചാപം പ്രഭേദിച്ചയാൾ, അതിനെ പൊട്ടിച്ചയാൾ എന്നല്ല കേട്ടിരിക്കുന്നത് കുട്ടികൾ. ഭാർഗവ ജേതാവെന്നല്ല, പരമശുരാമനെ ജയിച്ചയാളെന്നല്ല കേട്ടിരിക്കുന്നത്. മാർഗണലീലാ മാത്രത്തിൽ രക്ഷോ മാർഗം വെന്നവൻ എന്നല്ല. ഈ യാഗരക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ മാർഗം, രക്ഷോ മാർഗം വെന്നു എന്നുള്ളതല്ല, രാക്ഷസന്മാരെ ജയിച്ചു എന്നതല്ല കേട്ടിരിക്കുന്നത്. രാവണാന്തകൻ എന്നല്ല, സാധു സേവനവ്രതൻ എന്നല്ല. ഈ കുട്ടികൾ കേട്ടിരിക്കുന്നത് രാമനെ രാവണാന്തകനാണെന്നല്ല കേട്ടിരിക്കുന്നത്. മാത്രമല്ല സാധു സേവകനാണ്, സന്യാസിമാരെയും പാവപ്പെട്ട മനുഷ്യരെയും സേവിക്കുന്ന ആളാണ് എന്നുമല്ല കേട്ടിരിക്കുന്നത്. പകരം പെൺകൊല ചെയ്ത പാപി എന്നത്രേ. ഈ കുഞ്ഞുങ്ങൾ രാമനെ കേട്ടിരിക്കുന്നത് പെൺകൊല ചെയ്ത പാപി എന്നത്രേ. താടകയെ കൊന്നുവല്ലോ, താടകയെ കൊന്നു, പെൺകൊല ചെയ്ത പാപി എന്നത്രേ. പൊന്മാൻ തേടിയ പൊണ്ണനും എന്നാണ് ഇടശ്ശേരി എഴുതുന്നത്. പൊന്മാനിനെ തേടിപ്പോയ ഒരു മണ്ടനായിട്ടും ഒരു വിഡ്ഢിയായിട്ടും പെണ്ണിനെ കൊന്ന ഒരു മനുഷ്യനായിട്ടുമൊക്കെയാണ് രാമനെ കാണുന്നത്. വാനരത്തെ ഒളിവേട്ടയാടും കാനനചാരി എന്നുമാം. ഒരു കുരങ്ങനെ ഒളിച്ചു കൊന്ന, വാനരത്തെ ഒളിവേട്ട ചെയ്ത കാനനചാരി, അങ്ങനെ വനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്നാണ് ഈ കുട്ടികൾ കേട്ടിരിക്കുന്നത്. കേൾക്കുന്നത് ആരാ? വെറുതെ ഉള്ള കുട്ടികളല്ല, ലവകുശന്മാരെന്ന രാമൻ്റെ മക്കളാണ് രാമനെക്കുറിച്ച് അങ്ങനെ കേട്ടിരിക്കുന്നത്. രാമനെക്കുറിച്ച് കേൾക്കേണ്ടിയിരുന്നത് ഭർഗചാപം ഭേദിച്ചയാൾ, ശൈവചാപം ഭേദിച്ചയാൾ എന്ന നിലയിലാണ് മക്കൾ കേൾക്കേണ്ടിയിരുന്നത്. ഭാർഗവരാമനെ ജയിച്ചു എന്നാണ് മക്കൾ കേൾക്കേണ്ടിയിരുന്നത്. ഈ എന്താണ്, രാജ്യത്തെ സാധുജനങ്ങളെ രക്ഷിച്ചു എന്നും രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി എന്നുമാണ് കേൾക്കേണ്ടിയിരുന്നത്. പകരം ഈ കുട്ടികൾ എങ്ങനെയാണ് കേട്ടിരിക്കുന്നത്? ഈ കുട്ടികൾ കേട്ടിരിക്കുന്നു ഈ പെൺകൊല ചെയ്ത പാപി എന്ന് കേട്ടിരിക്കുന്നു. പിന്നെന്താ, പൊന്മാൻ തേടിയ പൊണ്ണനാണെന്ന് കേട്ടിരിക്കുന്നു, പൊന്മാനിൻ്റെ പിന്നാലെ പോയ വിഡ്ഢിയാണെന്ന് കേട്ടിരിക്കുന്നു. വാനരത്തെ ഒളിവേട്ടയാടും കാനനചാരി എന്ന് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഹനുമാൻ പറയുന്നു, ശാന്തം പാപം, ഈ ഭ്രാന്തന്മാരിനി എന്തു തന്നെ പറഞ്ഞേക്കാമെന്ന്. കുട്ടികളെക്കുറിച്ച് ഹനുമാൻ പറയുന്നു, ശാന്തം പാപം, ഈ പാപം ശമിക്കട്ടെ, ഈ പാപം ശാന്തമായി പോകട്ടെ, ഈ പറയുന്ന പാപം ശാന്തമായി പോകട്ടെ. ഈ കുട്ടികൾ ഭ്രാന്തന്മാരായി പോയിരിക്കുന്നു. എൻ്റെ ശ്രീരാമസ്വാമിയെക്കുറിച്ച് ഇനി ഇവരെന്തൊക്കെയാണ് പറയുക എന്ന് ഇടശ്ശേരി പറയുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ രാമവിമർശനത്തെ നമ്മൾ കാണാതെ പോകരുത്. അത് ഇടശ്ശേരിയുടെ കൂടി രാമവിമർശനമാണ്. തുടരുന്നുണ്ട് ഈ കവിത ഇങ്ങനെ.
കൊല്ലട്ടെ 50 രാവണരെ, വെല്ലട്ടെ ദിക്കൊരു വീക്ഷണത്താൽ, ചെയ്യട്ടെ 100 അശ്വമേധം, ഈ ഓമൽ കൊച്ചു കുമാരന്മാരെ മെയ്യോട് ചേർക്കാത്തൊരാളെ ആർക്കും വയ്യൊരു ഭാഗ്യവാനെന്നൊരപ്പാൻ എന്ന് ഹനുമാൻ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഇനി രാവണന്മാരെ ഒരാളെ അല്ല 50 രാവണന്മാരെ കൊല്ലട്ടെ, ദിക്കുകൾ ഒരു വീക്ഷണം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് സകല ദിക്കും ജയിക്കട്ടെ, 100 അശ്വമേധം ചെയ്യട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, സ്വന്തം മക്കളെ നെഞ്ചത്ത് ചേർക്കാത്ത, മെയ്യോട് ചേർക്കാത്ത ആളെ ഭാഗ്യവാനെന്ന് ഞാൻ എങ്ങനെ വിളിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കുളിർ ചന്ദന ചാറു തട്ടി ചേർക്കുന്നു ചെങ്കനൽ മേനിയിങ്കൽ, മർമ്മം പിളർത്താലും ആത്മധർമ്മ കർമ്മപഥഭ്രംശഭീതൻ നാഥൻ എന്നാണ് ഒരു സമസ്ത പദം. കർമ്മപഥഭ്രംശഭീതൻ എന്നാണ് ശ്രീരാമനെക്കുറിച്ചുള്ള ഒരു സമസ്ത പദം. ഈ സമസ്ത പദത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇടശ്ശേരിയുടെ രാമനെക്കുറിച്ചുള്ള സകല ബോധ്യവും. കർമ്മപഥത്തിൽ നിന്ന്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളായിരുന്നു ശ്രീരാമൻ എന്ന് ഇടശ്ശേരി നമ്മളോട് പറയുന്നു. ശ്രീരാമൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വലിയ വലിയ ഈ അപഖ്യാതികളായി പിന്നീട് പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഈ ഒരൊറ്റ സമസ്ത പദത്തിൽ നമുക്ക് പറയാം. കർമ്മപഥ ഭ്രംശ ഭീരു എന്ന് പറയാം. കർമ്മപഥത്തിൽ നിന്ന് ഭ്രംശം വരും എന്ന് ഭയക്കുന്നയാൾ എന്ന് നമുക്ക് പറയാം. ആ തരത്തിൽ രാമൻ്റെ ഈ തരത്തിലാണ് രാമനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഹനുമാൻ പശ്ചാത്താപ വിവശനാവുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാ ഹതമൻ ജിഹ്വാ ഖഡ്ഗമേ നീ, ആപതിക്കുന്നു വ്രണത്തിൽ വീണ്ടും എന്ന് പറയുന്നു അദ്ദേഹം. എൻ്റെ ഈ നാവ് മുറിഞ്ഞു പോയിട്ട്, എൻ്റെ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ നാവ് മുറിഞ്ഞു പോകുന്നു. ആ നാവ് മുറിഞ്ഞിട്ടത് വീണ്ടും വ്രണത്തിലേക്കാണ് വീഴുന്നത്. അതിൻ്റെ നീറ്റൽ സാന്ത്വനമല്ലിപ്പോൾ ചെയ്തു ഞാൻ തൽ സ്വാന്ത നിർഭേദനമായിരുന്നു. ഞാൻ എന്നെ തന്നെ പിളർന്നു പോകുന്ന തരത്തിലാണ് ഞാൻ ചെയ്തത്, എനിക്കിതിൽ ഒരു സാന്ത്വനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ തരത്തിലാണ് ഇടശ്ശേരി ശ്രീരാമനെ കണ്ടത്, വാൽമീകിയെ കണ്ടത്, രാമായണത്തെ കണ്ടത് എന്ന് നമുക്ക് ഓർക്കണം. നമ്മൾ ഈ രാമായണത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇത്തരം കവികൾ നമ്മളുടെ രാമായണത്തെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്ന് ഓർക്കാറില്ല എന്നും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്.